ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം അനാദിയിലെ രൂപകൽപ്പന ചെയ്തതനുസരിച്ച് 2024 ഈ ദിവസം അവിടുന്ന് നമ്മോടൊപ്പമായിരിക്കുകയാണ്. അവിടുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. മിസ്പ 5ാം സീസണിലെ 2ാം ദിവസം. ഇന്നലെ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛനിലൂടെ അവിടുന്ന് സംസാരിച്ചു. ഇന്ന് അവിടുന്ന് തിരുസഭയെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോടൊപ്പമായിരുന്നുകൊണ്ട് ഈ വചനങ്ങൾ നമ്മൾക്ക് കേൾക്കാം. നമ്മൾ ഈ പ്രോഗ്രാമിനിട്ടിരിക്കുന്ന പേര് മിസ്പ എന്നുള്ളതാണ്. മിസ്പ എന്ന വാക്ക് ഒരു ഹീബ്രു പദമാണ്. ഈ പദം ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാവൽ ഗോപുരമെന്നാണ്. വളരെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഇതൊരു കൽത്തൂണിൻ്റെ പേരാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാക്കോബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നമ്മൾ പലതവണ ഉൽപ്പത്തിയിലൂടെ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. ലാബാൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുന്ന യാക്കോബ് കാലങ്ങൾ കടന്നു പോയപ്പോൾ ലാബാനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരികയും ലാബാൻ തന്നെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് ലാബാൻ്റെ പെൺമക്കളെയും കൂട്ടി രക്ഷപ്പെടുന്ന സമയത്ത് ലാബാൻ യാക്കോബിനെ അന്വേഷിച്ച് പുറകെ ചെല്ലുകയാണ്. യാക്കോബിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ലാബാനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, യാക്കോബിനെ തൊട്ടുപോകരുത്, അവനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കുപോലും നീ ഉച്ചരിക്കരുത്. ദൈവമായ കർത്താവായ ഞാൻ യാക്കോബിൻ്റെ കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ലാബാൻ യാക്കോബിനെ കണ്ടപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, നമുക്കൊരു ഉടമ്പടിയിൽ ഏർപ്പെടാം. ഈ ഉടമ്പടിയുടെ അടയാളമായി അവർ ഒരു കൽ സ്തൂപം അവിടെ ഉയർത്തി. ആ സ്തൂപത്തിന് ചുറ്റും കല്ലുകൾ കൂട്ടി, കൽക്കൂമ്പാരവും കൂട്ടി. അത് ഉടമ്പടിയുടെ അടയാളമായിരുന്നു. ഈ കൽ തൂണിൻ്റെ പേരാണ് സത്യത്തിൽ മിസ്പ എന്ന് പറയുന്നത്. അത് ഉടമ്പടിയുടെ അടയാളമാണ്. ലാബാനും യാക്കോബും തമ്മിലുള്ള ഉടമ്പടി, സമാധാനത്തിൻ്റെ ഉടമ്പടി, സ്വസ്ഥതയുടെ ഉടമ്പടി, അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുവാനുള്ള ഉടമ്പടി. നമുക്കറിയാം ഈ കൽത്തൂൺ, ഈ ഉടമ്പടിയുടെ പിന്നീടുള്ള ചരിത്രങ്ങൾ പുതിയ നിയമത്തിൽ ഈശോ മിശിഹായാകുന്ന ദൈവത്തിൻ്റെ രക്ഷകനാണ് നമ്മുടെയൊക്കെ സമാധാനത്തിൻ്റെ ഉടമ്പടിയുടെ സാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. മിസ്പ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ നമുക്കതിൽ കണ്ടെത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവജനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആനുകാലിക സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ സഭയിലുള്ള പല പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പലരുടെയും വിചാരം സഭ എന്ന് പറയുന്നത് ഒരു ഭൗതിക സംഘടന പോലെയാണ്. സഭ സത്യത്തിൽ ദൈവത്തിൻ്റെ ജനമാണ് എന്നുള്ള സത്യം പലരും മറന്നു പോവുകയാണ്. വിശ്വാസമുള്ളവർക്ക് സഭയെ ദൈവജനമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ അന്തസത്ത എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ദൈവമായ കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തതുപോലെ, ലാബാനോട് മുന്നറിയിപ്പ് നൽകിയതുപോലെ, അവിടുന്ന് യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ സഭയോടൊപ്പം ദൈവമുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഈ ദൈവിക സാന്നിധ്യത്തിൻ്റെ കുറവാണ് സഭയിൽ പല പ്രശ്നങ്ങൾക്കും വഴിതിരിക്കുന്നത്. സഭയിലെ നേതൃത്വത്തിലുള്ളവരും സഭയിലെ അംഗങ്ങളും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആധ്യാത്മികമായ അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട്
ഭൗതികതയിൽ അഭിരമിക്കുന്ന സഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ദൈവവചനത്തിലേക്ക് തിരികെ പോകണം, ദൈവത്തിങ്കലേക്ക് തിരികെ പോകണം. എങ്കിൽ മാത്രമേ ഈ സഭയെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നവീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് ആചരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത്? എന്നിലുള്ള ലൗകികതയിൽ നിന്നും എനിക്ക് മോചനം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് എൻ്റെ ആത്മാവിനെ വളർത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് എവിടെ തുടങ്ങണം? നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ? നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതാണ് വിശ്വാസം. തീർച്ചയായിട്ടും ദൈവത്തെ നിരസിക്കുന്നത് ദൈവനിരാസമാണ്. അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് മാത്രമാണോ? യഥാർത്ഥത്തിൽ അതിനൊക്കെ എത്രയോ അപ്പുറത്താണ്. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ എൻ്റെ ജീവിതത്തിലുള്ള പങ്കെന്താണ് എന്ന് പൊതുസമൂഹത്തോട്, എന്നോട് തന്നെ, ദൈവത്തോട് തന്നെ ഏറ്റുപറയുന്നതാണ് വിശ്വാസത്തിൻ്റെ അന്തസത്ത. ആരാണ് ഞാൻ? ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും എന്നെ ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിയായി ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ പറയും എൻ്റെ മാതാപിതാക്കൾ സ്നേഹത്തിലൊന്നായപ്പോൾ ഞാൻ ജനിച്ചു എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്രയോ ദമ്പതിമാർ സ്നേഹത്തിലൊന്നായിട്ടും മക്കളുണ്ടാകാതിരിക്കുന്നു, അഥവാ ഉണ്ടായ മക്കള് ചാപിള്ളകളായി ജനിച്ചിരിക്കുന്നു. എന്തേ? നീയും ഞാനും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നത് പോലെ ശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ നിലനിൽക്കുന്നു, അസ്തിത്വത്തിലായിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അനാദിയിലെ ദൈവം രൂപം ചെയ്തതുപോലെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രതിഫലനമാണ് ഞാനെന്ന വ്യക്തി. ഞാൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം മനസ്സിലാക്കാത്ത മനുഷ്യന് ആധ്യാത്മികമായി വളരാൻ സാധിക്കുകയില്ല. സഭയിലെ അംഗങ്ങളായ ഓരോ വ്യക്തിയും വിശ്വസിക്കേണ്ടത് അടിസ്ഥാനപരമായും ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള സത്യം അംഗീകരിക്കുന്നത് തന്നെയാണ്. ആദിമ മനുഷ്യന് പറ്റിയ തെറ്റ് അവിടെയാണ്. ദൈവം ആദ്യ മനുഷ്യനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ച് തിന്നരുത്. ഒരാപ്പിള് പറിച്ച് തിന്നതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ദൈവത്തെ അനുസരിച്ചോ ദൈവത്തെ തിരസ്കരിച്ചോ എന്നുള്ളതായിരുന്നു. അനുസരണ. എന്താണ് അനുസരണ? അനുസരണ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് മറ്റൊരാളുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതാണ് സത്യത്തിൽ അനുസരണം എന്ന് പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ മരിച്ച് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് അത് ആരിലൂടെയാണെങ്കിലും ഞാൻ അംഗീകരിക്കുമ്പോൾ ഞാൻ അനുസരണയുള്ളവനാണ്. ഞാനവിടെ അംഗീകരിക്കുന്നത് ഞാനൊരു സ്വയംഭൂവല്ല, എനിക്ക് എന്നിൽ തന്നെ കഴിവില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണമെന്ന വലിയ സത്യം ഞാൻ അംഗീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണെങ്കിലും അനുസരണക്കേട് എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ആദിമ മനുഷ്യന് സംഭവിച്ച ഈ ആദ്യപാപം ഇന്നും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും തുടർന്നു പോകുന്നത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ആരൊക്കെ
ഏതൊക്കെ കാരണം പറഞ്ഞ് അനുസരണക്കേട് കാണിക്കുന്നുവോ അവിടെയൊക്കെ അവരുടെ അഹങ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അവിടുന്ന് അധികാരികളിലൂടെ നമ്മളോട് സംസാരിക്കും, അവിടുന്ന് മറ്റു വഴികളിലൂടെ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയാൽ മാത്രമേ ഞാനൊരു വിശ്വാസിയാവുകയുള്ളൂ എന്ന് ആദ്യമേ നമുക്ക് തിരിച്ചറിയാം. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏതൊരുവനും ഈശോ മിശിഹ മരണത്തോളം കീഴ്വഴങ്ങിയതുപോലെ ദൈവപിതാവിന് സ്വയം വിട്ടുകൊടുത്ത് സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കുന്നവരുടെ സമൂഹമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായം, ക്രൈസ്തവ സമൂഹം. അല്ലാതെ ഇതൊരു ഭൗതിക സംഘടനയല്ല. ഇവിടെ വിലപേശലുകൾക്കല്ല പ്രാധാന്യം, ഇവിടെ അനുസരണത്തിനും കീഴ്വഴങ്ങലിനുമാണ്. ആർക്ക്? ദൈവത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സമീപ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സമുദായത്തിന് വലിയ ഉണർവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇനിയും എത്രയോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ വളരാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സമുദായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ദൈവജനമാണ് എന്ന്. മിസ്പ എന്ന് പറയുന്ന കാവൽ ഗോപുരം ഈ സമുദായത്തിൻ്റെ അഭിമാനമാണ്. എന്താണ് ഈ കാവൽ ഗോപുരം? ദൈവമായ കർത്താവ് തന്നെയാണ്, ഈശോ മിശിഹ തന്നെയാണ്. യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതശൈലികളിൽ എപ്രകാരം പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ചേർന്ന വിധത്തിലുള്ള ജീവിത രീതികൾ, ഇതൊക്കെ നമ്മളിൽ നിന്ന് അന്യം നിന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഞാൻ അകന്നാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സായാഹ്നത്തിൽ ചിന്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ ഈ ദൈവികമായ ചൈതന്യം എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയി, എന്തുമാത്രം തീക്ഷ്ണതയോടെ നമ്മൾ ഈ ചൈതന്യത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലും ശക്തമാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, സഭാത്മകമായൊരു ജീവിതമാണ് ഓരോ ക്രൈസ്തവനും നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വന്തം വഴികളിലൂടെ നടക്കുന്നതല്ല വിശ്വാസത്തിൻ്റെ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് സഭയിലെ ജീവിതമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൻ്റെ ആദ്യ താളുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുവാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ജനമായിട്ടാണ് അവിടുന്ന് ഇസ്രായേലിനെ വിളിച്ചത്. അതെന്തിനായിരുന്നു? ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് സർവ്വജീവജാലങ്ങളുടെയും വിശുദ്ധീകരണമാണ് എന്ന് നമുക്കറിയാം. വളരെ പ്രത്യേകമായി സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആളുകളുടെ ദൈവത്തിൽ അടിസ്ഥിതമായ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭ നമ്മളൊക്കെ പറയാറുണ്ട്, അത് ഇസ്രായേലിൻ്റെ തുടർച്ചയാണ്, പുതിയ ഇസ്രായേലാണ്, പുതിയ ദൈവജനമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പഴയ ഇസ്രായേലിൻ്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ദൈവം അവരെ തിരഞ്ഞെടുത്ത് അവരോട് കൂടെ വസിച്ചു, അവരുടെ കൂടെ കൂടാരമടിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിൻ്റെ മഹത്വം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ ഷക്കീന എന്ന വാക്കുപോലും വരുന്നത്. ഈ ടി വിയുടെ തന്നെ
നമ്മുടെ ചാനലിൻ്റെ തന്നെ അനുഗ്രഹീത നാമം, ദൈവത്തിൻ്റെ മഹത്വം. നമ്മളെപ്പോഴും കാർന്നവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവത്തിന് മഹത്വം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് പോലെയാണോ നമ്മുടെ സമുദായവും നമ്മുടെ സഭാസമൂഹവും ഇന്ന് ജീവിക്കുന്നത്? ഈ പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം അപ്രകാരം ഒരു പ്രതികരണം, അനുരണനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ് നമ്മളത് കണ്ടെത്തുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ നിന്നാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിൽ നിന്നാണ്. പലപ്പോഴും പലരുടെയും വിചാരം, സഭയിലെ അംഗങ്ങളായിട്ടുള്ളവർ ആധ്യാത്മികമായി വളരുമ്പോൾ വളരെ നിശബ്ദരായി, പുണ്യാത്മാക്കളായി, പാവങ്ങളായി, ആർക്കും ഒരു ദോഷവും ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി, നിശബ്ദരായിരിക്കുന്നതാണ് പുണ്യം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഈശോ മിശിഹായുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന വലിയൊരു സത്യം, അവിടുത്തെ നിശബ്ദത പോലും പലപ്പോഴും പടവാളിനേക്കാൾ ശക്തിയുള്ളതായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ആർജവത്വമുള്ളവനായിരുന്നു ഈശോ മിശിഹ. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്കെതിരെ തിന്മ ചെയ്യണമെന്നല്ല ഈശോ മിശിഹ പഠിപ്പിച്ചത്. പക്ഷേ തിന്മയ്ക്കെതിരെ നിശബ്ദരാകണമെന്ന് അവിടുന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. തിന്മയാണെന്ന് ഏറ്റുപറയുവാനുള്ള ആർജവത്വവും ധൈര്യവും സഭയ്ക്കും സഭയുടെ നേതാക്കൾക്കും സഭാ മക്കൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ച അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ സഭാ മക്കളോടൊപ്പമായിരിക്കുവാൻ ഈ സഭയ്ക്ക് സാധിക്കുന്നത്. നമ്മൾ അവിടുത്തെ കുറേയും കൂടി വളരേണ്ടതുണ്ട്. ആരെയും ഭയക്കാതെ ചങ്കൂറ്റത്തോടെ സാധാരണക്കാരന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവജനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കൃത്യമായ പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖയായ ലൂമൻ ജെൻസിയും ഈ പ്രമാണരേഖയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, മാമോദീസ സ്വീകരിച്ച സർവരും ഈശോ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിയിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും രാജകീയ പൗരോഹിത്യത്തിൽ, മാമോദീസായിലൂടെ ക്രൈസ്തവനായി ജനിച്ച ഏതൊരുവനും രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സഭയിൽ 2 തരം പൗരോഹിത്യമുണ്ട്, രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും. ഇവിടെ ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടവരാണ്. ഈശോ മിശിഹ എന്തിനാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചത്? അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെയാണ്. ആ വാക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് പോലെ സഭാ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനാണ് ഓരോ പുരോഹിതനെയും ഓരോ മെത്രാനെയും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഭരിക്കുവാൻ വേണ്ടിയല്ല. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ അവധാനപൂർവ്വം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണ് ശുശ്രൂഷ പൗരോഹിത്യമെന്ന് അവിടുന്ന് ആവർത്തിച്ച് അവരെ പഠിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. ഒരു പരസ്യ ജീവിതകാലം മുഴുവൻ 3 വർഷവും തൻ്റെ കൂടെ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിക്കുവാൻ ഈശോ പരിശ്രമിച്ചു. താൻ വന്നത് ലോകത്തെ രക്ഷിക്കുവാനാണ്. ലോകത്തിന് രക്ഷ നൽകുന്നത് തൻ്റെ ശുശ്രൂഷയിലൂടെയാണ്. താൻ ഇല്ലാതായി മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. സ്വാർത്ഥത്തിന് മരിച്ച് അന്യന് വേണ്ടി ജീവിക്കുന്നതിലൂടെയാണ് രക്ഷ കരഗതമാക്കേണ്ടതെന്ന് ശിഷ്യരെ പഠിപ്പിക്കുവാൻ അവിടുന്ന് 3 വർഷം പരിശ്രമിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ വിജാതീയരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്, നിങ്ങൾ പരസ്പരം ശുശ്രൂഷകരായിരിക്കണം. വിജാതീയരാണ് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ പരിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിലെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച എല്ലാവർക്കുമുള്ള വലിയ ശക്തമായൊരു മുന്നറിയിപ്പാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ.
മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ വിജാതീയരായി പോവുകയാണ്. എന്താണ് വിജാതീയർ എന്ന് പറഞ്ഞാൽ? വിശ്വാസമില്ലാത്തവർ, ഈശോ മിശിഹായിൽ വിശ്വസിക്കാത്തവർ. ഈശോയിൽ വിശ്വസിക്കുന്നവർ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നതിനൊക്കെ വലിയ പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മുടെ വൈദികര്, നമ്മുടെ മെത്രാന്മാര്, നമ്മുടെ ജനം, നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത്? എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അനേകം വിശുദ്ധരായ വൈദികർ ഇവിടെ ദൈവജനത്തിന് വേണ്ടി സ്വയം പരിത്യജിച്ച് മരിച്ചു വീണിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ ശുശ്രൂഷയുടെ വഴികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ദൈവജനത്തിന് അനുഗ്രഹമായിരുന്നു. സ്വയം താഴ്ന്നിറങ്ങിക്കൊണ്ട് മറ്റുള്ളവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവർക്ക് സേവനം ചെയ്ത അനേകം വിശുദ്ധരായ മെത്രാന്മാരുണ്ടായിരുന്ന ഒരു സഭാസമൂഹമാണ് നമ്മുടേത്. നമുക്കതിൽ അഭിമാനിക്കാം. പക്ഷേ ചിലപ്പോഴൊക്കെ സഭാഗാത്രത്തിൽ ഇതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഞാനൊരു സ്ഥലമൊന്നും പറയുന്നില്ല, അടുത്ത കാലത്ത് ഒരു മരിച്ചടക്കിന് പോയി. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് എന്തുമാത്രം ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയത് എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. എനിക്കുള്ളിൽ സങ്കടം തോന്നി. ഒരു മരണ വീട്ടിൽ അല്പം കൂടിയൊക്കെ ശാന്തമായി എളിമയോടെ പെരുമാറിക്കൂടെ എന്ന് ഞാൻ അവിടുന്ന് ചിന്തിച്ചു നോക്കി. എന്നെക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിനോട് ഞാനത് പറഞ്ഞു, അച്ഛാ, നമ്മളൊക്കെ ആളുകളോട് അല്പം കൂടെ മാന്യമായി മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമായും. പ്രിയപ്പെട്ടവരെ, അച്ഛനായിട്ട് 26 വർഷമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ. എന്നെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ ശുശ്രൂഷ പൗരോഹിത്യം പലരും ശുശ്രൂഷയായിട്ട് തിരിച്ചറിയാതെ ഭരണത്തിനുള്ള ഒരു അവസരമായിട്ട് കാണുന്നത് കൊണ്ടാണ്. നമ്മുടെ വാക്കുകളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇടവക ഭരണം എന്നാണ് ചിലർ പറയുന്നത്. ഇത് ഇടവക ഭരണമൊന്നുമല്ല. ഈശോ മിശിഹ ശുശ്രൂഷയ്ക്കായിട്ടാണ് നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓരോ അഭിഷിക്തനും തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന അഭിഷിക്തരോട് വിശ്വാസികൾക്കുള്ള ബഹുമാനം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ലോകത്ത് നമ്മുടെ സാമുദായികമായ കാഴ്ചപ്പാടുകൾക്ക് നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഈ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 11 തൊട്ട് 22 വരെ ഞാനൊരു യാത്രയിലായിരുന്നു. അതിജീവന യാത്ര എന്ന പേരിലുള്ളൊരു യാത്ര. നമ്മുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ആളുകൾക്ക്, ക്രൈസ്തവരായ ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിജു പറയുന്നിര സാറും രാജീവ് സാറും ഒക്കെ നേതൃത്വമെടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ഒരു യാത്രയായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും പോയി. 10-11 ദിവസം അവരുടെ കൂടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടി. അവരൊക്കെ പറഞ്ഞു, അച്ഛാ, നമ്മുടെ അച്ഛന്മാർ വളരെയധികം കാര്യം നമ്മുടെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്കിനിയും ഈ സമുദായത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അൽമായ നേതാക്കന്മാരെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥകളെ പരിഷ്കരിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച സമുദായ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് കോതമംഗലത്തൊരു പ്രോഗ്രാമിന് പോയത് ഞാൻ ഓർക്കുകയാണ്. ഷെവലിയാർ തരീത് കുഞ്ഞിത്തോമൻ്റെ അനുസ്മരണത്തിന് കോതമംഗലത്തെ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ക്ഷണിച്ചു. അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ ഗവൺമെൻറ് ജോലികൾ ലഭിക്കുമായിരുന്നുള്ളൂ. അതിനൊരു മാറ്റം വരുത്തിയത് തരീത് കുഞ്ഞിത്തോമൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സമുദായ നേതാവായിരുന്നു. തിരുവിതാംകൂറിലെ MLC ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈഴവർക്കും മുസ്ലിങ്ങൾക്കും മറ്റ് സമുദായ അംഗങ്ങൾക്കും ഗവൺമെൻറ് ജോലികൾ കിട്ടിയത് എന്ന് ചരിത്ര പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിൽ നിന്ന് എത്ര നേതാക്കന്മാരുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും
നമ്മുടെ ആളുകൾ പിന്തിരിഞ്ഞു പോവുകയാണ്. അതിന് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരിയേറെ പേർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. ഭൗതികമായി ഒത്തിരിയേറെ അവർ വളർന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യാഘാതമായി സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലരും സ്വന്തം കൂടാരങ്ങളിലേക്ക് പിൻവലിഞ്ഞു. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരായി അവർ മാറി. ഞാനും എൻ്റെ കുടുംബവും. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ് എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം 10-15 വർഷം യൂറോപ്പിൽ താമസിച്ച് പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ അവരുടെ ജീവിതചര്യകളെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും വിശ്വാസത്തിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. സമുദായ ശാക്തീകരണമില്ലാതെ പോയിട്ടുണ്ട്. അവിടെ ക്രൈസ്തവ സമുദായത്തിന് വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തുടക്കം ഒരു 50 വർഷം മുമ്പ് അവരുടെ ഇടയിൽ ഇന്ന് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചത് തന്നെയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ മനുഷ്യർ മറ്റുള്ളവരെ മറന്നു. സ്വന്തം കാര്യവും സ്വന്തം കുടുംബവുമായി ഒതുങ്ങി. സമുദായം വേണ്ട, സഭ വേണ്ട എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പിൻവാങ്ങിയ യൂറോപ്യൻ ക്രൈസ്തവർ പലരും ഇന്ന് ദുരിതത്തിലാണ്. സമ്പത്ത് ധാരാളമുണ്ടെങ്കിലും സ്വസ്ഥത അനുഭവിക്കാത്ത ഒരു സമൂഹമായി പല സമൂഹങ്ങളും അവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ജീവിതാവസാനം നരകതുല്യമാണ് എന്നുള്ളത് ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒത്തിരിയേറെ പേർ ആത്മീയമായ ദുരിതം അനുഭവിക്കുന്നവരാണ്, മാനസികമായ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, യൂറോപ്പിനെ നോക്കി നമ്മൾ വിലപിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സമുദായത്തിലും ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും, അല്ല കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഭവനങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, നിരീക്ഷിച്ചാൽ മതി. എത്രയോ വീടുകളിൽ കാർന്നോവന്മാർ തന്നെയായി പോയിരിക്കുന്നു. മക്കളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ജീവിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കളുടെ കുടുംബങ്ങളായി നമ്മുടെ വീടുകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളെ പോറ്റി വളർത്തി വലിയ സ്വപ്നങ്ങൾ കണ്ട ഈ മാതാപിതാക്കന്മാർക്ക് അവസാന കാലഘട്ടത്തിൽ സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാൻ പോലും സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഇന്ന് ഇവിടെ സംജാതമായിട്ടും നമ്മളൊന്നും ഈ വലിയ ദുരന്തത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ വീട്ടിലുമുണ്ട് വിദേശത്ത് താമസിക്കുന്നവർ. ഒരാൾ കാനഡയിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ ഇരുന്നത് കേൾക്കുന്നത് കാണാം. അദ്ദേഹത്തിന് 3 മക്കളാണ്, എൻ്റെ ഒരു അനിയന്. ആ മക്കൾക്ക് ഇവിടെ വരുന്ന വലിയ താല്പര്യമില്ല, കാരണം അവർക്ക് കാനഡയാണ് ഇഷ്ടം. മറ്റ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട പലരും അവിടെയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അടുത്ത ഇടയ്ക്ക് പറഞ്ഞു, യൂറോപ്പിൽ താമസിക്കുന്ന സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ മക്കളോട് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയാത്രേ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ദാറ്റ് ഡയർട്ടി കൺട്രി. പ്രിയപ്പെട്ടവരെ, ആ വൃത്തികെട്ട നാട്ടിലോട്ട് എനിക്ക് പോകണ്ടെന്ന് ആ മക്കൾ പറയുന്നു. നമ്മൾ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ഇന്നേ ബോധവാന്മാരായില്ലെങ്കിൽ നമ്മുടെ സമുദായം ശിഥിലീകരിക്കപ്പെട്ടു പോകും. മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, മക്കള് മാതാപിതാക്കളെ അംഗീകരിക്കാത്ത സംസ്കാരത്തിലേക്ക് പെട്ടുപോകുന്നത്. യൂറോപ്പിലൊക്കെ 18 വയസ്സായ ഒരു കുഞ്ഞിനോടും ഒരപ്പനോ അമ്മയ്ക്കോ നീ അത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനോ തിരുത്താനോ അവകാശമില്ല. അതെൻ്റെ കാര്യമാണ്, ഞാൻ നോക്കുമെന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടായിരുന്ന പൈതൃകങ്ങളെ, നമുക്കുണ്ടായിരുന്ന നല്ല പാരമ്പര്യങ്ങളെ, നമുക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സമുദായത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഒത്തിരിയേറെ പേർ ഇന്നും ദൈന്യത അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരും ഒന്നും സാമ്പത്തികമായി ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഞങ്ങളുടെ അതിരൂപതയിലെ പ്രൊക്യുറേറ്ററുടെ ഓഫീസിലിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന അച്ഛൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്തൊരു പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവൾ മെല്ലെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവളോട് ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവളുടെ കഥ. അവൾ പറഞ്ഞു, എൻ്റെ അച്ഛ,
ഞാനൊരു നേഴ്സാണ് ഇന്ന്. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഏതോ ഒരു ഹോസ്പിറ്റലാണ് അവർ ജോലി ചെയ്യുന്നത്. വളരെ തുച്ഛമായ വരുമാനമേ അവൾക്ക് ലഭിക്കുന്നുള്ളൂ. അവളുടെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട്. അപ്പന് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അമ്മയാണ് സ്ട്രോക്ക് കാരണം കിടക്കുകയാണ്. 2 ആങ്ങളമാരുണ്ടായിരുന്നില്ല. ഒരാങ്ങള മരത്തിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു. മറ്റൊരാങ്ങള വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പുറപ്പെട്ടു പോയി, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ മകളെ കെട്ടിച്ചു വിട്ട് വീട്ടിലും ഇതിലും കഷ്ടമാണ്. അവൾ വന്ന് കരഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പഠിക്കാൻ വേണ്ടി കടമെടുത്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ പഠിച്ചത്. എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. 1,50,000 രൂപയാണ് എടുത്തത്. ഇന്നത് 5 ലക്ഷം രൂപയായി. പലിശയടക്കം വർദ്ധിച്ചു. എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ മനോവേദന ഞാൻ വിചാരിച്ച് ഈ കുഞ്ഞിനെ സഹായിക്കണ്ടേ. ഞാൻ നമ്മുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിലെ ആളുകളോട് പറഞ്ഞു, അതിരൂപതയിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രൊക്കുറേറ്റർ അച്ഛൻ ഒരു തുക തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെ സഹായിക്കാൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ആര് സഹായിക്കും? നമ്മൾ മറ്റു ചില സമുദായങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അവരുടെ ഇടയിലെ ഐക്യം നമ്മൾ കാണേണ്ടതാണ്. അവരെത്ര കൃത്യമായിട്ടാണ് അവരുടെ അംഗങ്ങളെ സഹായിക്കുന്നത്. നല്ല കാര്യം. എന്തേ ഈ നല്ല മാതൃക നമുക്കും സ്വീകരിച്ചുകൂടാ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായം ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സമുദായത്തിലെ ഓരോ അംഗവും ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന കാഴ്ചപ്പാടിൽ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കരുതണം. സമുദായ ബോധം വളരണമെങ്കിൽ ഈ സ്വന്തം എന്ന ബോധം നമുക്ക് വേണം. സ്വന്തം മകന് മകൾക്ക് അസുഖം വന്നാൽ ആരും കാത്തു നിൽക്കുകയല്ല. ഉടനെ തോളിലേറ്റി ആശുപത്രി കൊണ്ടുപോകും, അല്ലെങ്കിൽ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. തോളിലേറ്റി കൊണ്ടുപോകുമെന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ഓർമ്മ കൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ കൊച്ചുനാളിൽ എനിക്കെന്തോ അസുഖം വന്നപ്പോൾ എൻ്റെ ചാച്ചൻ എന്നെ തോളിലെടുത്തുകൊണ്ട്, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദ്യരാണ്, ആ വൈദ്യരുടെ അടുത്ത് ഓടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കാരണം എൻ്റെ ചാച്ചനറിയാം, ഇത് എൻ്റെ മോനാണ്, എൻ്റെ രക്തമാണിവൻ, ഇവനെ ചികിത്സിച്ച് ജീവനിലേക്ക് എനിക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, ഈ സ്വന്തം എന്ന ചിന്ത നമ്മുടെ സമുദായത്തിൽ മുഴുവൻ വേണ്ടതാണ്. കൊച്ചുനാളിൽ ഒരു അനുഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ പള്ളിക്കൂടത്തിൽ പോകാൻ ഒരു ദിവസം താമസിച്ചു. സ്കൂളിലെത്താൻ അല്പം വൈകി, എന്തോ കളിച്ചു നിന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ കൈക്കാരൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്താ പള്ളിക്കൂടത്തിൽ പോകാൻ താമസിക്കുന്നത്? വേഗം പള്ളിക്കൂടത്തിൽ പോകണം, ഇല്ല നിൻ്റെ ചാച്ചനോട് ഞാൻ പറയുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പള്ളിക്കൂടത്തിൽ കയറി. ഇന്ന് എത്ര മാതാപിതാക്കൾ ഈ കുട്ടികളെ പറ്റി ചിന്തിക്കാറുണ്ട്? എത്രയോ മക്കൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി മറ്റു വഴികളിലൂടെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും അതിലൊരു ഛേദവുമില്ല. കാരണം എന്താണ്? അത് മറ്റുള്ളവരുടെ കുട്ടികളായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. നാളെ എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് പോകുമ്പോൾ, ക്രൈസ്തവ വിശ്വാസത്തെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് വേദനിക്കും. അതുവരെ കാത്തിരിക്കാൻ നിൽക്കരുത്. ഒരു സംഘാതാത്മകതയോടെ, കൂട്ടായ്മയോടെ സമുദായം ഒരുമിച്ച് ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണിത്. പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പൂപ്പന്മാരായി നമ്മുടെ പിതാക്കന്മാർ നമ്മൾക്ക് പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ ജ്വാല നമ്മളിൽ കത്തിച്ചൊലിപ്പിക്കുന്നതോടൊപ്പം തലമുറകളിലേക്ക് അത് പകരുവാൻ കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവജനത്തിന് ദൈവം കൊടുത്ത കൽപ്പന അതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് എന്നുള്ള വലിയ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ ജനമായി നമ്മൾ ഇന്ന് ജീവിക്കണമെങ്കിൽ നമ്മളിലൂടെ, തലമുറകളിലൂടെ ഈ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഈ വിശ്വാസം പകർന്നു കൊടുത്താലേ നമ്മുടെ സമുദായം വളർന്നു വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സമുദായം വളർന്നു വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സമുദായ അംഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. നമ്മുടെ വീടുകളിൽ, നമ്മളുടെ ഇടവക സമൂഹങ്ങളിൽ വേദനിക്കുന്നവരായി ആരും ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അനന്തമായ നിർമ്മാണ പ്രവർത്തികളൊക്കെ നിർത്തിവെച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്കും
അവൻ്റെ പ്രയാസങ്ങളിലേക്കും നമ്മുടെ സമുദായം ഇനിയും കണ്ണു തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആവശ്യമുള്ള നിർമ്മിതികളൊക്കെ വേണം, അതിനെതിരല്ല ഞാൻ. പക്ഷേ അനാവശ്യമായ നിർമ്മിതികൾ നമ്മൾ നിർത്തിവെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും ഈ കാര്യം പറഞ്ഞ് ഞാൻ അടുത്തിടയ്ക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. അനാവശ്യമായ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ച് സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഇനിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളുടെ സമൂഹം ഇവിടെ അന്യം നിന്ന് പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, 10-26 വർഷം മുമ്പ് ആലക്കോട് എന്ന് പറയുന്ന തലശ്ശേരി അതിരൂപതയിലെ ഫൊറോന പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിരിക്കുകയായിരുന്നു. അന്ന് 1400ഓളം വീട്ടുകാർ ഇടവകയിലുണ്ടായിരുന്നു. ഒരിക്കലും എല്ലാ വീടുകളും സന്ദർശിക്കുന്ന സമയത്ത് ഒരു മലമുകളിലുള്ളൊരു വീട് ഞാൻ സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരു പ്രായമുള്ള ചേട്ടനും ചേട്ടത്തിയും അവിടെയുണ്ട്. അവരുടെ 2 പെൺമക്കൾ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളവരാണ്. ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. വീട് എന്ന് പറയാനില്ല, പരമ്പൊക്കെ വെച്ച് ഇങ്ങനെ മറച്ച ഒരു കൂടാരം പോലത്തെ വീട്. എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. ഞാൻ അന്ന് വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ഇടവക വലിയ ധനാഢ്യരുടെ ഇടവകയാണെന്നാണല്ലോ പറയുന്നത്. ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് സാമ്പത്തികമായി വളരെ സുരക്ഷിതത്വമുണ്ട്. വലിയ വാർക്ക് വീടുകൾ ഇന്നുണ്ട്, അവിടെയുണ്ട്. എന്നാൽ ഈ വീട്ടുകാർ മനുഷ്യോചിതമായ ഒരു സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. അവരും നമ്മുടെ ഇടവകക്കാരല്ലേ, നമുക്ക് അവരെ സഹായിക്കണ്ടേ അച്ഛാ എന്ന് ചോദിച്ചു. വികാരി അച്ഛൻ എന്നോട് പറഞ്ഞു, നല്ലൊരു അച്ഛനായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, കൊച്ചച്ഛന് സാധിക്കുമെങ്കിൽ വീട് വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആ ഇടവകയിലുള്ള പല ആളുകളെയും വ്യക്തിപരമായി വിളിച്ചു ഈ കാര്യം പറഞ്ഞു. പലരും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എനിക്ക് തന്നു. അത് വെച്ച് അവിടുത്തെ യുവാക്കളുടെ സഹായത്തോടെ ഞാനും കൂടെ പോയി നിന്ന് ഈ വീട് പണിത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബക്കാർക്ക് ആ ഇടവക സ്വന്തം സമുദായമായിട്ട് അവിടെ പരിണമിച്ചു. ഇതുപോലെ അനേകം കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്ക് ക്രൈസ്തവർക്ക് ഈ സമുദായ ബോധം അല്പം കുറഞ്ഞു പോയിരിക്കുകയാണ്. അത് നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. നമ്മളിൽ വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ ആളുകളെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം. അതെല്ലാ മേഖലകളിലും നമുക്ക് സാധിക്കണം. സാമ്പത്തികമായ പരാധീനത മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ വളരെ നെടുനായകത്വം വഹിക്കുവാൻ കഴിവുള്ള നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്നാൽ ഇന്ന് എത്ര പേരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പല രാഷ്ട്രീയ പാർട്ടികളും ക്രൈസ്തവരായ നേതാക്കന്മാരെ വളർന്നു വരുവാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതുറക്കെ വിളിച്ചു പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സമുദായത്തിൻ്റെ ശക്തമായ പിന്തുണ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. അതുമാത്രമാണോ? നമ്മുടെ സമുദായത്തിലെ ആളുകളെ നേതൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അടുത്തിടയ്ക്ക് ഒരു വലിയ ശക്തമായ പദ്ധതി വിഭാവനം ചെയ്തു. 35-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ നേതൃത്വ ഗുണമുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ശക്തമായ നേതൃത്വ പരിശീലനം നൽകണം. നമ്മുടെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, അവരിലൂടെ നമ്മൾ അധിവസിക്കുന്ന ഈ പൊതുസമൂഹത്തിനും നന്മയുണ്ടാകണം. ക്രൈസ്തവ മൂല്യങ്ങളായ, സുവിശേഷ മൂല്യങ്ങളായ സത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മുടെ നേതാക്കൾ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരു സമുദായം എന്ന കാഴ്ചപ്പാടിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളാണുള്ളത്? നമ്മുടെ ഒരു ഇടവക സമൂഹം എടുത്താൽ, ആ ഇടവകയിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇടവക സമൂഹത്തിന് എന്ത് സ്വപ്നമാണുള്ളത് എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിജീവന യാത്രയ്ക്കിടയിൽ നമ്മളുടെ ഒരു നേതാവ് എന്നോട് പറഞ്ഞ, അച്ഛാ, നിങ്ങൾ അച്ഛന്മാർ ഒരു ഇടവകയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുമിച്ച് വിളിക്കണം, അവരുടെ മാതാപിതാക്കളെ ആ പരീക്ഷ കഴിയുമ്പോൾ ഒരുമിച്ച്
പള്ളിയിൽ കൂട്ടിക്കൊണ്ടുവരണം. അവരോട് ചോദിക്കണം, ഓരോരുത്തരോടും, നിങ്ങളുടെ മക്കൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്, അവർക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടി, ഈ ഇടവകയുടെ ഇടപെടൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിരിക്കും ഒരു ഇടവക വികാരിയച്ഛൻ ആ ഇടവകയിലെ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി, അവരുടെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടി അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാകുമ്പോൾ ആ സമൂഹത്തിന് വലിയ മാറ്റമുണ്ടാകും. വൈദികരെ സ്നേഹിക്കുന്ന അൽമായരും അൽമായരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരുമാണ് ഇന്ന് കേരള സഭയ്ക്ക് കൂടുതലായിട്ടുണ്ടാകേണ്ടത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തെരുവിലിറങ്ങി സഭയ്ക്കെതിരെ പ്രതികരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭാഗാത്രത്തെ പണിതുയർത്തുവാൻ വേണ്ടി, സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ അരൂപിയിൽ ഈ സമുദായത്തെ വളർത്തുന്നവരാണ് നമുക്കിന്ന് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, അനുസരണ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞങ്ങൾ വൈദികർക്കും ക്രിസ്ത്യാനികളായ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ സ്വാർത്ഥം അന്വേഷിക്കുമ്പോൾ ഞാൻ അനുസരണക്കേട് കാണിക്കുന്നവനാകും. ഞാൻ കൂടുതൽ പറയുന്നില്ല. സമകാലീന സഭയുടെ സംഭവങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവികമായ ചിന്തയിലേക്ക്, മാനസാന്തരത്തിലേക്ക് ഞാൻ മടങ്ങി വരണം. എങ്കിലേ എൻ്റെ സഭ, എൻ്റെ സമുദായം വളരുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളെ വിവിധ തലങ്ങളിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ വലിയൊരു പരീക്ഷ എഴുതി ജയിച്ചു, നമ്മുടെ ഇടവകളിൽ എന്തുമാത്രം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യൂത്ത് കൗൺസിൽ നടത്തി. അത് നടത്തിയപ്പോൾ അതിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യം എൻ്റെ കണ്ണ് തുറപ്പിച്ചു. നിങ്ങളുടെ ഇടവകയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രൂപതയിൽ നിങ്ങൾ നടത്തുന്ന മത്സരങ്ങളുണ്ടല്ലോ, മിഷൻ ലീഗിൻ്റെ ആകാം, യൂത്തിൻ്റെ ആകാം, മറ്റ് സംഘടനകളുടെ ആകാം. ഈ മത്സരങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിജയികളായ ആളുകളിൽ എത്ര പേരെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്? എത്ര പേരെ നിങ്ങൾ നേതൃത്വത്തിലേക്ക് വളർത്തിയെടുത്തിട്ടുണ്ട്? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കൊച്ചു നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേരെ നിങ്ങളുടെ സഭ സഹായിച്ചിട്ട് നിങ്ങൾ നേതാക്കന്മാരായി? പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു ചോദ്യമായിരുന്നത്. ഞാൻ അന്ന് തീരുമാനിച്ചു, എൻ്റെ സമുദായത്തിന് വേണ്ടി, ഈ സമുദായത്തിലെ മക്കളെ വളർത്തിയെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നത് മുഴുവൻ ഞാൻ ചെയ്യും. ഈ സമുദായ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്ക് ശക്തരായ നേതാക്കളെ വാർത്തെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എത്ര പേർ കൂടെ നിൽക്കുമെന്നുള്ളത് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അംഗത്വ നവീകരണം നടക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് ഒത്തിരി പേർക്ക് താല്പര്യം ജനിച്ചിരിക്കുന്നതിൽ. പൊതുസമൂഹത്തിൽ വലിയൊരു വില നമുക്കുണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമുദായ സംഘടന ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥതയോടെ ഇടപെടാൻ തുടങ്ങിയതാണ്. നിർഭയം അധികാരികൾക്ക് മുമ്പിൽ സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമുദായത്തിന് ഈ ശക്തി വേണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഞാൻ പറഞ്ഞു, യൂറോപ്പിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അപചയങ്ങളുടെ തുടക്കം മനുഷ്യൻ്റെ ഒറ്റപ്പെടലായിരുന്നു. കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ചിന്തകളായിരുന്നു. സ്വന്തം കൂടാരങ്ങളിലേക്ക് ഉൾവലിഞ്ഞ മനുഷ്യൻ അവസാനം നിരാശനായിപ്പോയി എന്ന് യൂറോപ്യൻ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് ഈ ദുർഗതി വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ അന്തസത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വചനമുണ്ട്. അത് മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്,
നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. പ്രിയപ്പെട്ടവരെ, സർവ്വവേദങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ അസ്തിത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. നീതി എന്നത് നിശബ്ദതയല്ല. നീതി എന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ്. നീതി എന്നത് ധൈര്യമാണ്. ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാതെ സത്യം വിളിച്ചു പറയുവാനുള്ള തൻ്റെ ഇടമാണത്. അധികാരികളുടെ ഭാഗത്താണേലും അല്ലാത്തവരുടെ ഭാഗത്താണേലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ, അനുസരണക്കേട് കണ്ടാൽ അത് ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുവാൻ നമുക്ക് ആർജവത്വം വേണം. കരുണ കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പരമകാരുണികനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ജീവിതത്തിൽ കരുണ കാണിക്കാത്തവരാരും ദൈവസന്നിധിയിൽ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്ത്യവിധിയുടെ നാളുകളിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതാണ്. എന്താണ് അർത്ഥം? വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, ഭക്ഷണമില്ലാത്തവന്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, കാരാഗൃഹത്തിലായിരിക്കുന്നവന്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവകാശങ്ങളില്ലാത്തവന്, ബന്ധനത്തിലായിരിക്കുന്നവന് സ്വാതന്ത്ര്യത്തിൻ്റെ, മനുഷ്യ സഹോദര്യത്തിൻ്റെ, സന്ദർശനത്തിൻ്റെ ഭാഗ്യം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെ പ്രവർത്തികളാണിത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഈ നോയമ്പ് കാലത്തിൽ നമ്മൾ വീണ്ടെടുക്കേണ്ട വലിയൊരു പുണ്യമാണ് ഈ കരുണ എന്ന് പറയുന്നത്. നമ്മുടെ സമുദായം വളരണമെങ്കിൽ, നമ്മുടെ സമുദായ നേതൃത്വം വളരണമെങ്കിൽ സർവ്വതലങ്ങളിലും നമുക്ക് ഈ കരുണയുടേതായ മനോഭാവം വേണം. മറ്റുള്ളവരെ വളർത്തണമെങ്കിൽ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാകണം. സർവ്വ അധികാരങ്ങളും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഞാൻ പിടിച്ചു വെക്കുമ്പോൾ ഞാൻ നിർദ്ദയനായൊരു മനുഷ്യനായിരിക്കും. എന്നാൽ എൻ്റെ സമുദായത്തിലെ ഓരോ വ്യക്തിയെയും ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ എനിക്കൊരു ഹൃദയ വിശാലതയുടെ ഉടമയായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് എളിമയും ലാളിത്യവും ആവശ്യമാണ്. എളിമ നിറഞ്ഞ മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിലും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഈ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഈ 3 പുണ്യങ്ങളും ആവശ്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള ദാഹം, കരുണ കാണിക്കുവാനുള്ള സന്മനസ്, എളിമയോടെ ചിന്തിക്കുവാനുള്ള, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ ജീവിതത്തിൻ്റെ സൃഷ്ടാവായി അംഗീകരിക്കണമെന്ന് ഞാൻ ആദ്യത്തും പറഞ്ഞതുപോലെ, ജീവിതം ദൈവം തന്ന ദാനമാണെങ്കിൽ ഈ ദാനം മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മിസ്പ, കാവൽ ഗോപുരം നമ്മുടെ സഭയാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കാവൽ ഗോപുരങ്ങളാകണം. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ സമുദായ അംഗങ്ങളുടെ കാവൽ ഗോപുരങ്ങളാകണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചാലേ അതാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാവൽ ഗോപുരങ്ങൾ എന്തിനാണെന്ന് നമുക്കറിയാം. ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. സഭയുടെ ശത്രുക്കളിൽ നിന്ന് സഭയെ രക്ഷിക്കണമെങ്കിൽ ഈ കാവൽ ഗോപുരങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതിനടിസ്ഥാനപരമായി നമുക്ക് വേണ്ട പുണ്യം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ ദൈവത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ ആദ്യമേ തന്നെ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു എന്നാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് അവിടുന്ന് ഉദ്ഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് കൂടി ആയിരിക്കുന്ന അവസ്ഥയാണ്. മറ്റൊരു വാക്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ദൈവരാജ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മകളൊക്കെ ആരോടുള്ള കൂട്ടായ്മയാണ്? നമ്മൾ കൃത്യമായി വിലയിരുത്തുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്യേണ്ടതാണ്.
ദൈവത്തോടുള്ള കൂട്ടായ്മയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളോടുള്ള കൂട്ടായ്മയായിട്ടത് മാറും. അതേസമയം ഇത് എന്നോട് മാത്രമുള്ള കൂട്ടായ്മയാണെങ്കിൽ ഞാൻ സ്വാർത്ഥനായിരിക്കും. നമ്മുടെ സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്, നവീകരണത്തിന് അടിസ്ഥാനപരമായി ഈ ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ സമുദായത്തിൻ്റെ സർവ്വതലങ്ങളിലും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തിൽ നമുക്കതിനുവേണ്ടി ശക്തമായി പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ അംഗീകരിക്കുമ്പോൾ ഈ ദൈവിക സാന്നിധ്യം തന്നെയാണ് എൻ്റെ കൂടെ അധിവസിക്കുന്ന എൻ്റെ സഹോദരനിലും എൻ്റെ സഹോദരിയിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുവാൻ വളരേണ്ടിയിരിക്കുന്നു. ഈ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ മനുഷ്യരുടെ കൂട്ടായ്മയായി നമ്മുടെ സഭ മാറുമ്പോൾ, നമ്മുടെ സമുദായം മാറുമ്പോൾ നമ്മൾ പരസ്പരം കരുതലുള്ളവരായിരിക്കും. ഈ കരുതലിൻ്റെ അനന്തര ഫലമാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ, നമ്മുടെ ഉപവി പ്രവർത്തികൾ. പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം കൈത്താങ്ങാകുവാൻ, തിന്മയെ ചെറുക്കുവാൻ, സഭയ്ക്കെതിരെയുള്ള ഏത് അക്രമത്തെയും ഏത് ഭീഷണിയെയും ഒരു മനസ്സോടെ എതിർക്കുവാൻ, ചെറുത്ത് നിൽക്കുവാൻ, ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആദിമസഭയിൽ അനേകം രക്തസാക്ഷികൾ ഉണ്ടായത്? കാരണം അവരൊക്കെ അവരുടെ ഭൗതിക ജീവിതത്തെക്കാൾ പ്രധാനമായി അവരുടെ ആത്മാവിനെ കരുതി. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മനുഷ്യര് ഭൗതികമായ ജീവിതത്തെ ഉച്ഛിഷ്ടം പോലെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുവാൻ തയ്യാറായി. ഈശോ മിശിഹായിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവശ്വാസത്തെക്കാൾ എനിക്ക് പ്രധാനമെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം ഈ നാട്ടിൽ സംജാതമായില്ലെങ്കിൽ നമ്മളുടെ സമുദായത്തിന് രക്ഷയില്ല എന്ന് ഞാൻ പറയും. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ജീവനേക്കാൾ വില കൽപ്പിക്കേണ്ട വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ അതിനൊക്കെ പരിഹാരമായി, വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി കരുത്തുള്ള വിശ്വാസികളായി നമ്മുടെ സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു സമുദായം എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുവാൻ ഇനിയും നമ്മൾ മടിച്ചുകൂടാ. ഈ സമുദായത്തിലെ ഓരോ അംഗവും എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഓരോ വിശ്വാസിയും രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ സഭ വളരും. ഈശോ മിശിഹായുടെ ആഗ്രഹം പരസ്പര സ്നേഹത്തിൽ ഊന്നിയുള്ള ജീവിത രീതികൾ നമ്മുടെ സഭയിൽ, സമുദായത്തിൽ രൂഢമൂലമാകും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സമുദായത്തെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലിലൂടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സഭാ നേതൃത്വവും സമുദായ അംഗങ്ങളും അൽമായ നേതൃത്വവും ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഭ യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാതയിലാണ്. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ നോമ്പുകാലത്ത് നമ്മോട് ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.